നമ്മൾ മലയാളികളെ സംബന്ധിച്ചിട്ട് എന്ത് പർച്ചേസിന് മുമ്പ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഫാക്ടറുണ്ട്, വേറൊന്നുമല്ല വാല്യൂ ഫോർ മണി എന്ന് പറയുന്ന കാര്യം. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ ലൈഫിലെ വലിയൊരു പർച്ചേസാണ് കാറെന്ന് പറയുന്നത്. അപ്പോൾ കാറ് മേടിക്കുന്ന സമയത്തും ഉറപ്പായിട്ടും വാല്യൂ ഫോർ മണിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ കേരള പോലുള്ള സ്ഥലത്ത് ഈ യൂസ്ഡ് കാറിൻ്റെ സെയിലൊക്കെ ഒത്തിരി അധികം വർദ്ധിക്കുന്നത്. അതുപോലെ തന്നെ അത് വർദ്ധിക്കുന്ന കൂട്ടത്തിൽ തന്നെ കുറേ ആൾക്കാർക്ക് 8ന്റെ പണിയും കിട്ടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാം, പലരും പറയുന്നുണ്ട് ഞാനൊരു പഴയ കാർ എടുത്തു, അതിൻ്റെ കിലോമീറ്റർ മറിച്ചിട്ടുണ്ടായിരുന്നടാ, അല്ലെങ്കിൽ അതിന് ഒത്തിരി പണികൾ വന്നു, മെയിൻ്റനൻസ് വന്നു, അങ്ങനെയൊക്കെ ഒത്തിരി അധികം പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ടാകും. അതിനൊക്കെയുള്ളൊരു അടിപൊളി സൊല്യൂഷനാണ്. അതായത് നിങ്ങൾക്ക് 8ന്റെ പണി കിട്ടാതിരിക്കാനുള്ളൊരു സൊല്യൂഷൻ എൻ്റെ കയ്യിലുണ്ട്. അവിടെയാണ് നമ്മളിപ്പോൾ ഇന്ന് നിൽക്കുന്നത്, നമ്മുടെ കാസ് 24. അപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും, നമ്മൾ മേടിച്ചിട്ടുള്ള എല്ലാ കാറുകളും ഇതുപോലെ യൂസ്ഡ് കാറുകളാണ് എടുക്കാറ്. അതായത് ഒരു 2-3 കൊല്ലം മാത്രം പഴക്കമുള്ള, എന്നാൽ വളരെ ലോ കിലോമീറ്റർ നോക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതാണ് ആ ഒരു സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുന്നത്. ആ ഒരു ഡിപ്രീസിയേഷൻ്റെ ഏറ്റവും വലിയ ചങ്ക് ഒരു 2-3 കൊല്ലത്തിനുള്ളിൽ ഫസ്റ്റ് യൂസർക്ക് കിട്ടും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിട്ട് നിങ്ങൾ യൂസ്ഡ് ആണ് എടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞൊരു എലമെൻറ്റ് നിങ്ങൾക്ക് കയറി വരില്ല. നിങ്ങൾ കൊടുക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് യൂസറിൻ്റെ അത്രയും വന്നത്രയും വലിയൊരു ലോസ് വരത്തില്ല. ഞാനൊരു കുഞ്ഞ് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു 2018 ഒരു സെലേറിയ പർച്ചേസ് ചെയ്തായിരുന്നു. അത് ഏതാണ്ട് 1800-2000 കിലോമീറ്റർ, വളരെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൊരു വണ്ടിയായിരുന്നു. ആ വണ്ടി ഞാൻ എടുത്തത് ഏതാണ്ട് 4 lakhs 4 lakhs-നാണ്. ഇപ്പോൾ അതാണ്ട് 77 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇപ്പോൾ 2025 ആയല്ലോ, എത്ര കൊല്ലത്തിന് ശേഷം ഇന്ന് കൊടുത്താൽ എനിക്ക് കിട്ടും ഒരു 3 lakhs. അതായത് എത്ര മാത്രം എമൗണ്ടിൻ്റെ ഡിപ്രീസിയേഷനാണ് നമുക്ക് വേരിയേഷൻ വന്നതെന്ന് പറയാം. അങ്ങനെ സ്മാർട്ടായിട്ട് പർച്ചേസ് ചെയ്യുന്ന ഏതൊരാൾക്കും പറ്റുന്ന ഒരു സൊല്യൂഷനാണ് ഞാൻ പറഞ്ഞ പോലെ കാസ് 24 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ അടിപൊളി കാറുകളുണ്ട്. നിങ്ങൾ നോക്കിയാൽ അറിയാം, നിങ്ങൾക്ക് ഒരു 100+ മുകളിൽ ഫ്ലീറ്റ് ഇതാണ്ട് നമ്മുടെ ഇവരുടെ കൊച്ചി ക്യാമ്പസിൽ കിടപ്പുണ്ട്. പക്ഷേ ഞാൻ വന്ന സമയത്ത് എനിക്ക് ഈ ഒരു 10 മിനിറ്റ് വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് എല്ലാ കാറുകളും കാണിച്ചു തരാൻ പറ്റത്തില്ല. പക്ഷേ കുറേ അടിപൊളി കാറുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഞാൻ ചോദിച്ചപ്പോൾ 1,65,000 രൂപ തൊട്ട് വണ്ടികൾ അവൈലബിൾ. 1,65,000 രൂപ തൊട്ടിട്ട് ഏറ്റവും ടോപ്പ് കിടക്കുന്നുണ്ട് നമ്മുടെ ഒരു സഫാരി ഹാരിയറൊക്കെ കിടപ്പുണ്ട്. ഹാരിയറിൻ്റെ ഒരു ഡാർക്ക് എഡിഷൻ കിടപ്പുണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് മുമ്പിട്ട് എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ശരിക്കും ഒരു സെഡാൻ്റെ ഫാനാണെന്നുള്ളത്. ഇപ്പം പണ്ട് മോഹൻലാൽ അടിച്ച ഡയലോഗിൽ അങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ആ മ്യൂസിക് ഒക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് എനിക്കിഷ്ടം സെഡാനാന്ന് പറഞ്ഞ പോലെ. ഇവിടെ പണ്ട് കാലത്ത് എൻ്റെ ഒരു ഡ്രീം കാറായിരുന്നു വെൻഡോ എന്ന് പറയുന്നത്. അപ്പോൾ കമ്പനി വെൻഡോ സ്റ്റോപ്പ് ചെയ്തിട്ട് അവർ റീഇമാജിൻ ചെയ്തിട്ടുള്ളൊരു മോഡലാണ് വിർച്വസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ വന്നത് എൻ്റെ കണ്ണിൽ ശ്രദ്ധപ്പെട്ടത് ഈ ഒരു കിടക്കുന്ന വിർച്വസാണ്. ഈ ഒരു വിർച്വസിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഇത് 2022 മോഡൽ ഫുൾ ഓപ്ഷൻ വണ്ടി, ടോപ്പ് ലൈനാണ്. ഇതിന് പുതിയ വണ്ടിക്ക് ഏതാണ്ട് 20 ലക്ഷം പ്ലസ് വരുന്നതാണ്. അതായത് 1 ലിറ്റർ TSI എഞ്ചിൻ വരുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്റീരിയറിൽ അകത്ത് കയറിയിട്ട് ഒന്ന് കാണിച്ചു തന്നിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. വാ. ഇവന് ചോദിക്കുന്ന വില എത്രയാണെന്നറിയോ? 12.28 lakhs എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 8 ലക്ഷം രൂപയുടെ ഡിസ്കൗണ്ട്സ്. വെറും 2 കൊല്ലം മാത്രമായുള്ള വണ്ടി. അത് ഫസ്റ്റ് ഓണർ 34,000 കിലോമീറ്റർ. എനിക്ക് ശരിക്കും ഇതെടുത്താൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട് കേട്ടോ. നല്ല അടിപൊളി വണ്ടിയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഓടി വരും. എല്ലാവിധ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. എസ്പെഷ്യലി ആ പണ്ട് പോളോ GT ഫാൻസിനൊക്കെ പറ്റുന്ന ഒരു മുതലാണ് ഈ കിടക്കുന്ന പർച്ചേസ് എന്ന് പറയുന്നത്. ഇനി ഇവരുടെ മെയിൻ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ പോലെ ഇവർ ഏത് വണ്ടി എടുക്കുന്നതിന് മുമ്പും ഒരു 140+ ചെക്ക് പോയിൻറ്റ്സ് ചെക്ക് ചെയ്തിട്ടേ വണ്ടി എടുക്കത്തുള്ളൂ. ഇപ്പോൾ നിങ്ങളൊരു വണ്ടി കിലോമീറ്ററൊക്കെ മറിച്ചിട്ട് കൊണ്ട് വിൽക്കാൻ നോക്കിക്കേ, ഇവരെടുക്കത്തില്ല. ഇത് അവരെടുക്കുമ്പോൾ അവർ ഫിൽറ്ററിങ് കഴിഞ്ഞിട്ട് മാത്രം, അവർ നല്ല വെഹിക്കിൾസ് മാത്രം പിക്കൗട്ട് ചെയ്തെടുക്കത്തുള്ളൂ. പിന്നെ രണ്ടാമത്തെ മെയിൻ ഒരു സാധനം കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും, 7 ദിവസത്തേക്കുള്ളൊരു റിട്ടേൺ പോളിസി ഇവർക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് 7 ദിവസത്തേക്കുള്ളൊരു റിട്ടേൺ പോളിസി യൂട്ടിലൈസ് ചെയ്യാം. ഇനി 1 മാസത്തേക്ക് എഞ്ചിനും ഗിയർ ബോക്സ് അതുപോലെ തന്നെ ഇലക്ട്രോണിക്സിനൊക്കെ വിയർ ആൻഡ് ടയർ പാർട്സ് ഒഴിച്ച് ബാക്കി എല്ലാ പാർട്സിനും അവരൊരു വാറണ്ടിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് ഓൾസോ എ ഗുഡ് തിങ്. ഇനി നിങ്ങളെ സംബന്ധിച്ചിട്ട് ഫിനാൻസ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, നല്ല സിവിൽ സ്കോറൊക്കെ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ആ ദിവസം തന്നെ നിങ്ങൾക്ക് ഫിനാൻസിനുള്ളൊരു ഓപ്ഷൻ, അതായത് 4 മണിക്കൂറിനുള്ളിൽ തന്നെ ഫിനാൻസിനുള്ളൊരു ഓപ്ഷൻ അവർ അവൈൽ ചെയ്ത് തരും. ഇനി നിങ്ങൾക്ക് വണ്ടി വല്ല എക്സ്ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിലോ 50,000 രൂപ വരെയുള്ള എക്സ്ചേഞ്ച് ബോണസും നമ്മുടെ കാസ് 24 ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും നിങ്ങളൊരു പുതിയ കാർ എടുക്കുന്ന പോലെ തന്നെ ഇത്രയധികം വാല്യൂ ഫോർ മണിയിൽ ഇത്രയധികം ഓപ്ഷൻസ്, അതായത് ഹാച്ച് ബാക്ക് ഉണ്ട്, നമ്മുടെ സെഡാനുകൾ വരുന്നുണ്ട്, SUV-കൾ വരുന്നുണ്ട്, അത്രയധികം ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇവർ തരുന്നുണ്ട്. ഇനി ഈ കിടക്കുന്ന കാറുകളൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കൊച്ചി ക്യാമ്പസിൽ വരണമെന്നില്ല. കാസ് 24ൻ്റെ ആപ്പ് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്താൽ മതി. എല്ലാ കാറുകളും എല്ലാ കിലോമീറ്ററും അതിൻ്റെ പ്രൈസും ഒക്കെ അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. ദാറ്റ്സ് ലൈക്ക് എ റിയലി ഗുഡ് തിങ്. നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് അത് മനസ്സിലാക്കാനുള്ള ഒരു ഓപ്ഷൻ തരുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വണ്ടി ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇവിടെ വരാം, ഇല്ലെങ്കിൽ ഇവരൊരു 120 കിലോമീറ്റർ റേഡിയസിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ ഇവർ ദാണ്ട ഹോമിൽ വന്നിട്ടുള്ള ടെസ്റ്റ് ഡ്രൈവ് ഫെസിലിറ്റിയും അവൈൽ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പർച്ചേസ് കണ്ടു. ഇനി ഞാൻ നിങ്ങൾക്ക് 2 അടിപൊളി കാറുകളോട് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ വണ്ടി എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി 2021 മാനുഫാക്ചറിങ് ആണ്. ഇതൊരു ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയായിരുന്നു തോന്നുന്നു. അതുകൊണ്ട് തന്നെ 2022
2025 രജിസ്റ്റർ ചെയ്ത് സിംഗിൾ ഓണറായിട്ടാണ് വരുന്നത്. ഇതിന് ഓടിയേക്കുന്ന കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 21,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു ഫ്രഷ് കാർ 2021 രജിസ്ട്രേഷനാണ് കിടക്കുന്നത്, 21,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. മറ്റേ 1.5 ലിറ്റർ വരുന്ന CVT, വൺ ഓഫ് ദ എനിക്ക് ഇഷ്ടപ്പെട്ട CVT ട്രാൻസ്മിഷനിൽ ഒന്നാണ് അസ്റ്ററിൻ്റെ CVT എന്ന് പറയുന്നത്. വളരെയധികം സ്മൂത്താണ്. ഇപ്പോൾ ഞാൻ എൻ്റെ അകത്ത് കയറി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ താണ്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞ പോലെ 1.5ൻ്റെ CVT ആണ് വരുന്നത്. ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇൻറ്റീരിയർ ഞാൻ കാണിച്ചു തരികയാണെന്നുണ്ടെങ്കിൽ വളരെ പ്രീമിയം ഫീൽ തരുന്ന ഒരു വൈറ്റ് സ്റ്റീമോട് കൂടിയിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ് പോകുന്നത്. അതാണ് നമ്മുടെ റോബോട്ടുണ്ട്. ഹായ് എസ്റ്റർ, ഹായ് MG. മിണ്ടാതിരിക്കാം, കുറച്ച് കഴിയുമ്പോൾ പോകുമായിരിക്കും. ഹായ് MG ആയിരുന്നു. എന്നാൽ കമാൻഡ് ചെയ്യാൻ മറന്നുപോയി. കുറേ കാലമായില്ലേ പല വണ്ടികളിലായിട്ട് കയറുന്നുണ്ട്. അതിൻ്റെ സൺറൂഫ് വരുന്നുണ്ട്. ആ ഒരു പ്രീമിയം ഇൻറ്റീരിയർ വരുന്നത് ഈ അസ്റ്ററാണ്. ഇതിന് ചോദിക്കുന്ന വില എത്രയാണെന്നറിയോ? കേട്ടാൽ നിങ്ങൾ ഞെട്ടും. 11.28 lakhs. ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര ലക്ഷം രൂപ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുള്ളത്. അതും ഇത്രയും വിശ്വസനീയമായ സോഴ്സിൽ നിന്ന് ഇവർ ഇത്രയധികം ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് വേണ്ടിയിട്ട് പിക്കൗട്ട് ചെയ്തിട്ടുള്ള കാറുകൾ. ഇതാണ് MG അസ്റ്റർ. ഇനിയൊരു ടാറ്റ ഹാരിയറിൻ്റെ ഒരു ഡാർക്ക് എഡിഷൻ ഇവിടെ കിടപ്പുണ്ട്. അതുപോലെ എൻ്റെ ഹെക്ടർ കിടപ്പുണ്ട്. അത് മാത്രമല്ല ഈ ഫ്ലീറ്റ് നിങ്ങൾ നോക്കിയാൽ എത്രമാത്രം കാറുകളാണ്. അതിലിപ്പോൾ ഷോർട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ നമുക്ക് 1-2 കാറുകളോട് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തരാം. ഞാൻ താണ്ട് നമ്മുടെ സഫാരിയുടെ അല്ലെങ്കിൽ അടുത്ത കാറിലേക്ക് പോകുന്ന വഴിക്ക് തൊട്ടിപ്പുറത്ത് ഒരു ടിഗ്വാനും കൂടെ കിടപ്പുണ്ടായിരുന്നു. ഇതും ഒരു 2022 ഏതാണ്ട് ടോപ്പ് ആൻഡ് ഫുൾ ഓപ്ഷൻ വരുന്ന വേരിയൻ്റാണ്. ഇത് ഏതാണ്ട് 60,000 കിലോമീറ്റർ സംതിങ് ഓടിയിട്ടുണ്ട്. ഇതിന് ചോദിക്കുന്ന വില 12.45 lakhs ഉള്ളത്. ഇതും ഏകദേശം ഒരു 10 ലക്ഷം രൂപ അടുത്ത് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് നല്ലൊരു ഡീലാണ് കേട്ടോ, നല്ലൊരു കാറാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സഫാരി എന്ന് പറയുന്നത്. 2021 മോഡലാണ്. 70,000 കിലോമീറ്റർ അടുത്ത് ഓടിയിട്ടുണ്ട്. ഇതിന് 13 പോയിൻറ്റ് സംതിങ് മാത്രമേ നമ്മുടെ കാസ് 24 ചോദിക്കുന്നുള്ളൂ. ഇതൊരു നീറ്റ് വണ്ടിയാണ്. തണ്ട ഒന്നല്ല 2 ജീപ്പ് കോമ്പസ് ആണ് ഇവിടെ കിടപ്പുണ്ട്. നല്ല അടിപൊളി ഒരു വർണ്ണ കിടപ്പുണ്ട്. നമ്മുടെ ആദ്യത്തെ വണ്ടി നിങ്ങൾക്ക് അറിയാമായിരിക്കില്ല, ഒരു വെള്ള ഓർക്കുന്നുണ്ടായിരിക്കും നമ്മുടെ ഒരു വർണ്ണ. പക്ഷേ ഇതല്ല ഇതിൻ്റെ പഴയ മോഡൽ, ഒരു വർണ്ണ കിടപ്പുണ്ട്. ഇത് പുതിയ നല്ല വേരിയൻ്റ് ആണ്. അങ്ങനെ നമ്മൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഫ്ലീറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഇവരുടെ ആ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്പിലൊന്ന് കയറി നോക്കിയാൽ മതി. പിന്നെ ജസ്റ്റ് ഇവൻ്റെ ഒരു കൺക്ലൂഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ട്രസ്റ്റ് വർത്തായിട്ട് നിങ്ങളൊരു യൂസ്ഡ് കാർ ബൈ ചെയ്യാൻ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ വേറെ വലിയ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവരുത്. എന്നാൽ നല്ല വാല്യൂ ഫോർ മണിയിൽ ഒരു പ്രോഡക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കാസ് 24 വരാം. ഇവിടെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ പോലെ ആദ്യം നമ്മൾ വണ്ടി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരു 140+ ചെക്ക് പോയിൻറ്റ്സിൽ അവർ ചെക്ക് ചെയ്യുന്നുണ്ടാവും. 7 ദിവസത്തേക്കുള്ളൊരു റിട്ടേൺ പോളിസി കൊടുക്കുന്നുണ്ട്. 1 കൊല്ലത്തേക്കുള്ളൊരു കോംപ്രഹെൻസീവ് വാറണ്ടി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ആയിട്ടുള്ള സാധനങ്ങളിൽ വിയർ ആൻഡ് ടിയർ ഓഫ് കോഴ്സ് അതിൻ്റെ അകത്ത് വരില്ല. ഇനിയിപ്പോൾ നല്ല ഫിനാൻസ് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഫിനാൻസിനുള്ള ഫെസിലിറ്റി ഉണ്ട്. EMI ഫെസിലിറ്റീസ് അവർ അറേഞ്ച് ചെയ്ത് തരും. ഇനി നിങ്ങൾക്ക് ആപ്പിൽ നോക്കിയാൽ എല്ലാ കാറുകളും കാണാം. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിട്ട് നിങ്ങൾ എന്താണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം അല്ലെങ്കിൽ ഇവിടുന്ന് കാണാം. ഇവിടെ വന്നാലത്തെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ എന്നെപ്പോലെ വണ്ടി ഭ്രാന്തനാണെന്നുണ്ടെങ്കിൽ ഇതിൽ നടന്ന് ഓരോ മോഡൽസും നിങ്ങൾക്ക് അങ്ങനെ കണ്ടു നോക്കാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ ഒരു സിയാസ് കിടപ്പുണ്ട്, മാഗ്നറ്റ് കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞാൽ 1.65 lakhs തൊട്ടിട്ട് ഇവിടെ വെഹിക്കിൾസ് സ്റ്റാർട്ടിംഗ് ആണ്. അതുകൊണ്ട് മൊത്തം നമ്മൾ നോക്കുമ്പോൾ ഏതാണ്ട് ഒരു XUV 700 കിടപ്പുണ്ട്. മൊത്തം അടിപൊളി കുറേയധികം ഫ്ലീറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും ഡു ഗിവ് ഇറ്റ് ഔട്ട് എ ട്രൈ. So this is your Deepak Rajan, Dr. Drive signing off. Thank you so much and bye.